വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പലരും പറഞ്ഞു. പക്ഷേ അവൾ അവരുടെ വാക്കുകൾക്ക് മറുപടി നൽകിയത് സ്വന്തം വിജയത്തിലൂടെയായിരുന്നു. ഇത് വെറും അച്ചാർ വിറ്റ ഒരു വീട്ടമ്മയുടെ കഥയല്ല. അപ്പോൾ വരൂ, അടുക്കളയിൽ നിന്ന് വിജയത്തിന്റെ പൊടിമുടിയിലേക്ക് എത്തിയ സുമയുടെ ജീവിത കഥ കേൾക്കാം. ഒരു ചെറിയ ഗ്രാമത്തിലാണ് സുമ എന്ന വീട്ടമ്മ താമസിച്ചിരുന്നത്. ഭർത്താവ് രാജേഷ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു. 2 മക്കൾ. മാസശമ്പളം കിട്ടിയാൽ ഒരാഴ്ച സന്തോഷം. പിന്നെ പിന്നെ ഓരോ ദിവസവും ചെലവുകൾ, വൈദ്യുതി ബില്ല്, കുട്ടികളുടെ സ്കൂൾ ഫീസ്, വീടിന്റെ ലോണ്, മരുന്ന്, സാധനങ്ങൾ. മാസം അവസാനമാകുമ്പോഴേക്കും പണം തീരും. സുമയ്ക്ക് ഭർത്താവിന്റെ വിഷമം കാണുമ്പോൾ വളരെ സങ്കടമായിരുന്നു. എനിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ചിന്ത ദിവസവും മനസ്സിലൂടെ കടന്നു പോകും. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യാൻ സാഹചര്യമില്ല. കുട്ടികളെ നോക്കണം, വീട്ടുജോലികൾ ചെയ്യണം. അതുകൊണ്ട് ആ ആഗ്രഹം മനസ്സിൽ ഒതുക്കി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം നാട്ടിൽ ഒരു കുടുംബ സംഗമം ഉണ്ടായിരുന്നു. സുമ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും അതിന്റെ രുചി വളരെ ഇഷ്ടപ്പെട്ടു. ഒരാൾ പറഞ്ഞു, ചേച്ചി, ഈ അച്ചാർ കുപ്പിയിൽ നിറച്ച് വിറ്റാൽ ആളുകൾ വാങ്ങും. ആ വാക്ക് സുമയുടെ മനസ്സിൽ ഒരു വിത്തായി വീണു. അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല. പലതവണ ആലോചിച്ചു, ഞാൻ ശരിക്കും അച്ചാർ ഉണ്ടാക്കി വിറ്റാൽ എങ്ങനെയിരിക്കും? ആളുകൾ വാങ്ങുമോ? നഷ്ടമായാൽ എന്തു ചെയ്യും? എന്നിങ്ങനെ പല സംശയങ്ങളും. എന്നാൽ ഒടുവിൽ അവൾ തീരുമാനിച്ചു, ശ്രമിക്കാതെ തോൽക്കുന്നതിനേക്കാൾ ശ്രമിച്ചു പഠിക്കുന്നതാണ് നല്ലത്. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് മാങ്ങയും നാരങ്ങയും ഉപയോഗിച്ച് 10 കുപ്പി അച്ചാർ തയ്യാറാക്കി. പഴയ ഗ്ലാസ് കുപ്പികൾ നന്നായി കഴുകി വൃത്തിയാക്കി. വെളുത്ത പേപ്പറിൽ സ്വന്തം കൈകൊണ്ട് സുമാസ് ഹോം മെയ്ഡ് അച്ചാർ എന്നെഴുതി ഒട്ടിച്ചു. ആദ്യ ദിവസം അവൾ ആ കുപ്പികൾ അയൽ വീടുകളിലും ബന്ധുക്കൾക്കും കാണിച്ചു. ചിലർ വാങ്ങി, ചിലർ പറഞ്ഞു, കടയിൽ ഇതിലും വില കുറഞ്ഞത് കിട്ടും. ചിലർ ചിരിച്ചു, ഇതൊക്കെ എത്ര ദിവസം പോകാനാണ് എന്നും ചോദിച്ചു. ആ വാക്കുകൾ കേട്ട് സുമയ്ക്ക് വിഷമമായി. ഒരു നിമിഷം എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നി. പക്ഷേ ഭർത്താവ് പറഞ്ഞു, നീ ഉണ്ടാക്കുന്ന അച്ചാറിന്റെ രുചിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നീ മുന്നോട്ട് പോകൂ. ആ വാക്കുകൾ അവൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ടായി. അടുത്ത ദിവസം മുതൽ അവൾ ഓരോ കുപ്പിയും കൂടുതൽ ശ്രദ്ധയോടെ തയ്യാറാക്കാൻ തുടങ്ങി. നല്ല മാങ്ങ മാത്രം തിരഞ്ഞെടുക്കും. മുളക് പൊടിയും എണ്ണയും ഉപ്പും എല്ലാം മികച്ച ഗുണനിലവാരമുള്ളത് മാത്രം ഉപയോഗിച്ചു. വൃത്തിയും ശുചിത്വവും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തില്ല. ഒരു ദിവസം ഒരു സ്കൂൾ ടീച്ചർ അവളുടെ അച്ചാർ വാങ്ങി. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ അത് അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അങ്ങനെ വായ്മൊഴിയായി കൂടുതൽ ആളുകൾ സുമയെ തേടി എത്താൻ തുടങ്ങി. ഒരു ദിവസം 10 കുപ്പി വിറ്റിരുന്ന സുമ പിന്നീട് 50 കുപ്പിയും 100 കുപ്പിയും വിൽക്കാൻ തുടങ്ങി. മക്കളും അമ്മയെ സഹായിച്ചു. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ലേബൽ ഒട്ടിക്കും. ഭർത്താവ് ജോലി കഴിഞ്ഞ് ഡെലിവറിക്ക് പോകും. അത് ഒരു കുടുംബ സംരംഭമായി മാറി. പിന്നീട് സുമ ഒരു ചെറിയ ഫുഡ് ലൈസൻസ് എടുത്തു. പുതിയ ലോഗോ ഉണ്ടാക്കി. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്, ഇഞ്ചി അച്ചാറ്, നെല്ലിക്ക അച്ചാർ തുടങ്ങി പല രുചികളും അവതരിപ്പിച്ചു. വാട്സപ്പിലും ഫേസ്ബുക്കിലും ചിത്രങ്ങൾ പങ്കുവച്ചു. ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി. പിന്നീട് വിദേശത്തുള്ള മലയാളികളും ബന്ധുക്കൾ വഴി അച്ചാർ വാങ്ങാൻ തുടങ്ങി. 2 വർഷത്തിനുള്ളിൽ സുമയുടെ വരുമാനം ഭർത്താവിന്റെ ശമ്പളത്തിന് തുല്യമായി. വീടിന്റെ വായ്പയുടെ വലിയൊരു ഭാഗം അടച്ചു. മക്കളെ നല്ല സ്കൂളിൽ ചേർത്തു. വർഷങ്ങളായി മാറ്റിവെച്ചിരുന്ന വീട്ടിലെ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി. ഒരു ദിവസം സ്ത്രീകൾക്കുള്ള ഒരു സംരംഭകത്വ പരിപാടിയിൽ സുമയെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു. അവിടെ ഒരു യുവതി ചോദിച്ചു, ചേച്ചി, നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? സുമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇത് തുടങ്ങുമ്പോൾ എനിക്ക് വലിയ പണമോ വലിയ യന്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൈകളിൽ ഒരു കഴിവുണ്ടായിരുന്നു. ആ കഴിവിൽ ഞാൻ വിശ്വസിച്ചു. മറ്റുള്ളവർ ചിരിച്ചപ്പോൾ ഞാൻ നിർത്തിയില്ല. ദിവസവും ഒരു ചെറിയ ചുവട് മുന്നോട്ട് വെച്ചു. ആ ചെറിയ ചുവടുകളാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. ഇന്നും സുമ എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ അച്ചാർ തയ്യാറാക്കുമ്പോൾ പഴയ ദിവസങ്ങൾ ഓർക്കും. ഒരിക്കൽ 10 കുപ്പി പോലും വിൽക്കാൻ ബുദ്ധിമുട്ടിയ അവൾ ഇന്ന് 100 കണക്കിന് കുടുംബങ്ങളുടെ വിശ്വാസമായി മാറിയിരിക്കുന്നു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്?
വിജയത്തിന്റെ തുടക്കം എല്ലായ്പ്പോഴും ചെറുതായിരിക്കും. മറ്റുള്ളവരുടെ പരിഹാസം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പരാജയ ഭയം ഇവയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ഒരു കഴിവ് ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകാം. അത് അച്ചാർ ഉണ്ടാക്കലാകാം, കേക്ക് ഉണ്ടാക്കലാകാം, പപ്പടം ഉണ്ടാക്കലാകാം, തയ്യൽ ജോലിയാകാം, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കലാകാം. കഴിവ് എന്തായാലും ആത്മവിശ്വാസത്തോടെ ആദ്യ ചുവട് വയ്ക്കുക. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് ഭാഗ്യം കൊണ്ടല്ല, ദിവസവും ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന ചെറിയ ശ്രമം നാളെ നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വലിയ വിജയ കഥയായി മാറാം. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ സുമയ്ക്ക് നല്ല ക്ഷീണമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ കയറിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് സിങ്കായിരുന്നു. പാത്രങ്ങൾ കഴുകിയെങ്കിലും സിങ്കിന്റെ മൂലകളിൽ അഴുക്കും ചെറിയ കറകളും ഡ്രെയിനിൽ നിന്ന് ദുർഗന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ തീരുമാനിച്ചു, ഇന്ന് വെറും 10 മിനിറ്റ് എടുത്ത് പൂർണ്ണമായും വൃത്തിയാക്കണമെന്ന്. ആദ്യം സിങ്ക് വെള്ളം കൊണ്ട് നനച്ച് ബേക്കിംഗ് സോഡയും ഡിഷ് വാഷ് ബാറും ചേർത്ത് മുഴുവൻ ഭാഗത്തും പുരട്ടി കുറച്ച് മിനിറ്റ് വെച്ചു. ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് എല്ലാ മൂലകളും നന്നായി ഉരച്ചു. ഡ്രെയിനിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചതോടെ ദുർഗന്ധവും മാറി. അവസാനം ഉണങ്ങിയ ഒരു തുണി കൊണ്ട് തുടച്ചപ്പോൾ സിങ്ക് കണ്ണാടി പോലെ തിളങ്ങി. ചെറിയൊരു ശീലം മാത്രം. ദിവസവും ഇങ്ങനെ 5-10 മിനിറ്റ് മാറ്റി വെച്ചാൽ അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കും. പാചകം ചെയ്യാനും കൂടുതൽ ഉത്സാഹം തോന്നും. ഒരു വൃത്തിയുള്ള സിങ്ക് വൃത്തിയുള്ള അടുക്കളയുടെ തുടക്കമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.